ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. കളങ്കാവലിൻ്റെ 11ാം ദിനത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. അതിന് മുന്നോടിയായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കാവുന്നതാണ്. ഇന്ന് ഇതുവരെ സിനിമ നേടിയിരിക്കുന്നത് 1096ഓളം ഷോകളിൽ നിന്ന് 30,000-ന് മുകളിലുള്ള ഓഡിയൻസ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ 48 ലക്ഷം രൂപയോളമാണ്. ഇന്ന് തിങ്കളാഴ്ച പ്രതീക്ഷിച്ച പോലെ ഒരു ഇടിവാണ്, പക്ഷേ പ്രതീക്ഷയ്ക്ക് മുകളിലുള്ള ഇടിവായിട്ട് തന്നെ ഇതിനെ കണക്കാക്കേണ്ടി വരും. ഇന്ന് സിനിമ 1 കോടി ടച്ച് ചെയ്യുമോ എന്നുള്ളത് സംശയമാണ്. കാരണം ഇനിയും 4 മണിക്കൂർ കിടപ്പുണ്ടെങ്കിൽ പോലും ഇന്നത്തെ ആ ഒരു കളക്ഷൻ നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല. ഒരു 80-85 ലക്ഷം രൂപയിൽ നിൽക്കുമെന്നുള്ള തോന്നലാണ് ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ കാണുന്നത്. ഇന്നലെ വരെയുള്ള സിനിമയുടെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ 76 കോടി 80 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഇന്നത്തോടെ സിനിമ 78.5-79 കോടിയിലേക്ക് ടച്ച് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണ്. എന്തായാലും വിദേശ രാജ്യങ്ങളിലെ കളക്ഷൻ കൂടെ എങ്ങനെയാണ് എന്നറിഞ്ഞാൽ മാത്രമേ വരുന്നുള്ളൂ റേഞ്ചിലേക്ക് എത്തുമോ എന്നുള്ളത്. ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, 15,200ഓളം ഷോകളാണ് സിനിമയ്ക്ക് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. 17,38,000-ന് മുകളിലുള്ള ഓഡിയൻസ് ടിക്കറ്റ് എടുത്തു. 40% തിയേറ്റർ ഓക്യുപ്പൻസി ആയിട്ട് ഓവറോൾ വന്നിരിക്കുന്നത്. എന്തായാലും ഈ ഒരു സിനിമ അതിഗംഭീരമായിട്ടുള്ള ഒരു പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഫിലിം ഫെസ്റ്റിവലിൽ ചെല്ലുമ്പോഴും അവിടെയും കാണാൻ കഴിയുന്നത് ഏറെയും പ്രേക്ഷകർ ഈ സിനിമയെക്കുറിച്ച് വാചാലരാകുന്നതാണ്. കണ്ടിറങ്ങുന്ന എല്ലാവർക്കും ഇത് ഒരു മികച്ച സിനിമ എന്നുള്ളത് തന്നെയാണ്, അതിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് മമ്മൂട്ടിയുടെ പ്രകടനം, ഒരു സാധാരണ സിനിമയെ അതിഗംഭീരമായി ലിവറേജ് ചെയ്യാൻ കഴിഞ്ഞു വിനായകനും മമ്മൂട്ടിക്കും. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ മാസ്മരിക പ്രകടനം കാണുമ്പോൾ അറിയാതെ കണ്ണ് തള്ളിപ്പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെയും പ്രേക്ഷകർ പറയുന്നത്. അതെ, ഇത് മലയാളം കണ്ട ഏറ്റവും ഗംഭീര ചിത്രമാണ്. വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരാം. ഗ്രീൻ മീഡിയാസ്.